കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേതും കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽബയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ നല്ല ദൈവമേ, പ്രിയ കർത്താവേ, ഈ നവീകരണ ദിവസമായ ഒക്ടോബർ മാസം 31 ഈ വൈകിയ ഈ ആരാധനയിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരവസരം കൂടെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ ഭൂമിയിൽ പലതും പുതുതാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ, ദൈവമേ, അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധ പകരുന്ന, അനുഗ്രഹം പകരുന്ന, നന്മ പകരുന്ന ഒരനുഭവമായിട്ട് തീരുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ ആരാധനയെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവവചനത്തിൻ്റെ സ്വാദ് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹവും അതിര് കവിഞ്ഞ അവിടുത്തെ കൃപകളും ഏറ്റവും ഞങ്ങൾക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ സഹായിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്നതായ നിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവമേ, അങ്ങയിൽ കൂടെ അല്ലാതെ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം ഇല്ല എന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന കർത്താവേ, അവിടുത്തെ കരുണയിൽ തന്നെ സൂക്ഷിക്കണമേ. തിരുവചന കേൾവിക്കായി ഞങ്ങളെ തന്നെ ഒരുക്കുകയും ദൈവവചന ചിന്തകൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. സകലതും രക്ഷകനാകുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേയും. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടും ലൂഥറൻ സഭ മുഴുവനായി നവീകരണത്തിൻ്റെ ഒരനുഭവമായി എല്ലാവരും ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു സമയമാണ്. നവീകരണ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നത് മാർട്ടിൻ ലൂഥറാണ്. മാർട്ടിൻ ലൂഥറിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തകളും വളരെ വിലപിടിപ്പുള്ള കൺകോർഡൻസ് അല്ലെങ്കിൽ തിയോളജിയുടെ ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മ ബന്ധത്തിന് അതിന് ആക്കം കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ ശ്രേഷ്ഠമായ ദൈവത്തെ ഭയപ്പെട്ട് അവനെ മഹത്വം കൊടുക്കുക എന്നുള്ള പ്രസ്താവനയോടുകൂടെ എല്ലാവരും
നീതീകരിക്കപ്പെടണം എന്നുള്ള ചിന്തയാണ്. നമുക്കറിയാം, നീതീകരണം എന്നുള്ളത് നമുക്ക് പല ഭാഗങ്ങളിൽ പല ചിന്തകളിലൂടെ നമ്മൾ ഓരോ ദിവസവും കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇവിടെ വായിച്ച വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യം ഇങ്ങനെ പറയുന്നു: വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. ഒരു നിത്യ സുവിശേഷവുമായി വന്ന ഒരു ദൂതൻ്റെ ദർശനം ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാർട്ടിൻ ലൂതർ തൻ്റെ ജനനത്തെക്കുറിച്ചും വളർന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. കറ്റൈസം എന്ന പുസ്തകം, അതിൽ കൂടെ, അതായത് മാർട്ടിൻ ലൂതറിൻ്റെ പുസ്തകമായി ഏറ്റവും മനുഷ്യഹൃദയത്തെ സ്വാധീനിക്കുന്ന ചിന്തകളുള്ള ഒരു പുസ്തകമാണ് കറ്റൈസം. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാധാന്യത മനുഷ്യൻ മുന്നിൽ കണ്ടുകൊണ്ട് അടിസ്ഥാനപരമായ ക്രിസ്തീയ ജീവിതത്തിന് മുൻതൂക്കമുണ്ടാകണം, മറ്റുള്ള ഇതര സഭകളിൽ നിന്ന് വ്യത്യസ്തമായി മാർട്ടിൻ ലൂതർ ഓർപ്പിച്ച ചിന്തകൾ വളരെ വിലപിടിപ്പുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ. 1, നീതീകരണം അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. രണ്ടാമത്തേത് ശുദ്ധീകരണമാണ്, സാൻറ്റിഫിക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ 3 നീതീകരണവും ശുദ്ധീകരണവും തേജസ്കരണവും കൂടെ ചേർത്ത് ഒരു ക്രിസ്തീയ ജീവിതത്തെ വളർത്തിയെടുക്കുവാൻ പറ്റിയതായ തിയോളജി പഠിപ്പിച്ച ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ. മറ്റുള്ള സഭകൾ ഇങ്ങനെ നീതീകരണത്തെക്കുറിച്ചും ശുദ്ധീകരണത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചൊക്കെ ഒന്നും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ മാർട്ടിൻ ലൂതർ വളരെ വളരെ ചിട്ടയായി ലൂതറൻ സഭ വളരെ ഭംഗിയായി അത് പഠിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിലൊരിക്കൽ നവീകരണ ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയും അത് ഒരുമിച്ച് സഭകളിൽ ആരാധനകളും മറ്റു ഇതര സഭകളിൽ പോകുന്ന ഒരു അനുഭവം സർക്കിൾ തലത്തിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ പല ഭാഗങ്ങളിലൊക്കെ കടന്നുപോയി ഓരോ പള്ളികളിലൊക്കെ പോയി അതിനെക്കുറിച്ച് സാക്ഷീകരണം നടത്തുകയുണ്ടായി. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നീതീകരണവും ശുദ്ധീകരണവും തേജസ്കരണവും എന്ന് പറയുന്നത് വളരെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അക്രൈസ്തവ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ അവർക്ക് ദൈവം കൊടുത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തിയ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പങ്ക് ഈ 3 കാര്യത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൻ്റെ നിർവചനം ഒരുപക്ഷെ നമുക്ക് വളരെ പഠിക്കുവാനായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ബൈബിളിൽ ഇങ്ങനെ അത് ഒരു നല്ലൊരു നിർവചനം അവിടെ നൽകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആ സുവിശേഷീകരണത്തിൻ്റെ ശ്രേഷ്ഠത അവിടെ കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതാണ്: എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും
നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വളരെ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം ഇത് മരിച്ചവരുടെ പുനരുത്ഥാനം ക്രിസ്തു ആദ്യഫലമാണ് എന്നൊക്കെ രേഖപ്പെടുത്തിയ ഒരു വേദഭാഗമാണ്. അപ്പോൾ സുവിശേഷം ഇതാണ്. സുവിശേഷത്തിൻ്റെ നിർവചനം തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു മഹനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മാർട്ടിൻ ലൂതർ പറഞ്ഞിട്ടുള്ളത് 3 വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്ന് നീതീകരണവും ത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരു പ്രായശ്ചിത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു കോടതിയോടാണ്, ഒരു കോടതിയുടെ അനുഭവമാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നീതീകരണം മനുഷ്യന് ആവശ്യമാണ്. മനുഷ്യൻ തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ ആവശ്യമുണ്ട്, അതിന് നീതിയോടുകൂടെ നയിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു അനുഭവം നീതീകരണ ചിന്തയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ അടിമച്ചന്തയുടെ അനുഭവത്തിൽ നിന്നാണ്. കാരണം മനുഷ്യൻ പാപിയാണ്. പഴയ കാലഘട്ടത്തിൽ മനുഷ്യനെ പാപികളായിരിക്കുന്നവരെ അല്ലെങ്കിൽ മനുഷ്യനെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവരെ വീട്ടുജോലിക്ക് വേണ്ടി, അവിടെ പറമ്പിൽ പണിയുന്നതിന് വേണ്ടി അടിമച്ചന്തയിൽ നിന്നത്തെ കന്നുകാലികളെ വാങ്ങുന്നത് പോലെ മനുഷ്യർ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന, അടിമകളായി വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ വിളിച്ചുകൊണ്ടുപോയി ആ ഭവനത്തിൽ അവരെ പറമ്പിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ആ യജമാനൻ്റെ ആഗ്രഹപ്രകാരം അവിടെ ഒരു അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന ഒരനുഭവമാണ് ഇത്. ഈ അടിമപ്പണി പലപ്പോഴും കണ്ടിട്ട് മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹങ്ങളെല്ലാം ഒരു പക്ഷേ അത് സഫലമായില്ല എങ്കിൽ പോലും കുറെ കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു വീണ്ടെടുപ്പുകാരനെ കിട്ടാതെ പോയി. പക്ഷെ യേശു ക്രിസ്തു വാസ്തവത്തിൽ കടന്നു വന്ന് ഈ അടിമയ്ക്ക്, ഈ പാപിയായ മനുഷ്യന്, തനിക്ക് വേണ്ടതായ ആ യജമാനന്, ആരാണോ ഈ അടിമയെ വിൽക്കാനായിട്ട് കൊണ്ടു നിർത്തിയിരിക്കുന്നത്, അവനാവശ്യമായ പണം കൊടുത്ത്, അവനാവശ്യമായ ശരീരത്തിലുള്ള രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു അനുഭവമാണ് ഇവിടെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 കാര്യം. ഒന്ന്, മാർട്ടിൻ ലൂതർ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നീതീകരണമാണ്. രണ്ടാമത്തെ കാര്യം അതിനോട് ചേർന്ന വീണ്ടെടുപ്പാണ്. മൂന്നാമത്തെ കാര്യം പ്രായശ്ചിത്തമാണ്. ഒരു മനുഷ്യന് പ്രായശ്ചിത്തമായ അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ മന്ദിരത്തോടുള്ള ബന്ധമാണ് ആ മനുഷ്യനുണ്ടാകേണ്ടത്. അപ്പോൾ ഒരു ക്രൈസ്തവന് വിശുദ്ധ മന്ദിരവുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകണം. ഞാൻ പലപ്പോഴും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നത് തന്നെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒന്ന്, നമുക്ക് വിശുദ്ധ മന്ദിരത്തോട് ബന്ധമുണ്ടാകും. വിശുദ്ധ മന്ദിരത്തോടു കൂടി ഒരു മനുഷ്യന് ബന്ധമില്ലെങ്കിൽ ആ മനുഷ്യൻ ഈ ലോകത്തിലുള്ള അശുദ്ധമായ അനുഭവത്തോടുകൂടെയുള്ള ബന്ധമായിരിക്കും. അതൊരിക്കലും കർത്താവിന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വിധം മനുഷ്യൻ അകന്നു പോയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് സകല മനുഷ്യരെയും ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിന് പ്രായശ്ചിത്ത മരണമായി യേശു ക്രിസ്തു തൻ്റെ കഷ്ടാനുഭവത്തിലൂടെ മനുഷ്യനെ നേടി എന്ന് പറയുവാൻ സാധിക്കും. മാർട്ടിൻ ലൂതർ ചെയ്തതും അതുതന്നെയാണ്. അതിനേക്കാൾ ക്രൈസ്തവരെ ഏത് വിധത്തിൽ നിന്നും അടിമ അനുഭവം എന്ന് പറയുന്നത് അന്ന് പാപമോചന ചീട്ട് എന്നുള്ള അന്നത്തെ ബിഷപ്പുമാരുടെ ചിന്തയിൽ അല്ലെങ്കിൽ അവിടുത്തെ
പ്രധാനികൾ ചിന്തിച്ചിരുന്നത് പാപമോചന ചീട്ട് കൊണ്ട് പാപത്തിന് പരിഹാരം ലഭിക്കും എന്നുള്ള ചിന്തയായിരുന്നു. ഏറ്റവും ചെറിയ പാപത്തിന് 500-1000 രൂപയും വലിയ പാപം ചെയ്തതിന് അനുസരിച്ചുള്ള രൂപയും അവിടെ അടച്ചുകൊണ്ട് കൊണ്ടുകൊടുത്ത് പണം കൊണ്ട് കൊടുക്കുമ്പോൾ പാപമോചന ചീട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവന് പാപമോചനം കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്ത ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര വലിയ പാപം ചെയ്താലും ചെല്ലുന്നു, 1000 രൂപ 2000 രൂപ കൊടുത്ത് ഒരു പാപമോചന ചീട്ട് വാങ്ങുന്നു, അത് പോക്കറ്റിൽ ഇടുന്നു, വന്നിരുന്നാൽ അവൻ്റെ പാപമെല്ലാം പരിഹരിച്ചു എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറ്റുവാനായിട്ട് കഴിഞ്ഞത് മാർട്ടിൻ ലൂഥറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത ദൈവത്തിൻ്റെ യഥാർത്ഥമായ ചിന്തയിലേക്ക്, ദൈവികമായ ആലോചനയിലേക്ക്, ദൈവികമായ നടത്തിപ്പിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു നല്ല ആലോചനയാണ്. അതുകൊണ്ട് ലൂഥറൻ സഭ ഇന്നും ആ രീതിയിൽ വളരെ വചനത്തിന് പ്രാഗൽഭ്യം കൊടുക്കുവാൻ, വചനം പഠിക്കാൻ മറ്റുള്ള ഇതര സഭകളിൽ എനിക്ക് തോന്നുന്നു ഈ പെന്തക്കോസ്ത് സഭ ഉപയോഗിച്ച ഒരു ചർച്ചുണ്ട്, പ്രത്യേകിച്ച് ബ്രദറൻ സഭ എന്ന് പറയും. അവരുടെ പഠിപ്പീർ ഭയങ്കരമായ കർക്കശമായ ദൈവവചന ചിന്തകളാണ് നൽകുന്നത്. നല്ല അടിസ്ഥാനപരമായ ദൈവവചന ചിന്തകൾ അവർ നൽകാൻ ബ്രദറൻ ചർച്ചുകാർ നൽകാറുണ്ട്. കാരണം അങ്ങനെയുള്ളവർ മതി എന്നാണ്. അവരുടെ സഭകളിൽ പലപ്പോഴും ആളുകളുടെ എണ്ണം പലപ്പോഴും കുറവാണ്. വളരെ ബ്രദറൻ ചർച്ചാണ്, സ്വതന്ത്ര സഭയാണ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ദൈവവചനത്തിൻ്റെ പഠിപ്പീരിന് ഭയങ്കരമായ ക്വാളിറ്റി ഉണ്ട് എന്നാണ്. അത് നിയമപരമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ഇവിടെ നമ്മുടെ ലൂഥറൻ സഭ ഇങ്ങനെ ചെയ്യുമ്പോഴും വളരെ കർക്കശമായ ദൈവവചന പഠിപ്പീര് അതിനുണ്ട്. സ്ഥിരീകരണ ക്ലാസ് ആണെങ്കിൽ പോലും, സ്നാനത്തിൻ്റെ ക്ലാസ് ആണെങ്കിൽ പോലും ശരിയായ രീതിയിൽ പഠിപ്പിച്ചതിന് ശേഷം, ചിലപ്പോൾ 1 വർഷം 1.5 വർഷമൊക്കെ ക്ലാസ് കൊടുത്തതിന് ശേഷം മാത്രമേ അവർ സ്ഥിരീകരണത്തിലേക്ക് പോവുകയുള്ളൂ, അതിലേക്ക് വിടത്തുള്ളൂ. പക്ഷെ അത്രയും ദിവസം പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ സ്ഥിരീകരണ ക്ലാസ് ആരംഭിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ സ്ഥിരീകരണ ക്ലാസ്സിലേക്ക് വരണമെന്ന് ഞാൻ പറയുകയുണ്ടായി. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായില്ല. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് കറ്റൈസമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ് മുതൽ അവർ 1-2 വർഷം കറ്റൈസം നന്നായിട്ട് പഠിക്കുമ്പോൾ അവർ +2 എത്തുമ്പോൾ കറ്റൈസത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പരീക്ഷ വരുമ്പോൾ അവർക്കത് എഴുതാൻ സാധിക്കും. പക്ഷെ പിന്നീടാണ് അവർക്ക് സ്ഥിരീകരണത്തിൻ്റെ ഭാഗത്തേക്ക് അവരെ ശരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിലുള്ള കുട്ടികളെയൊക്കെ വിളിച്ച് നിങ്ങൾ വരിക, ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, സ്നാനത്തെക്കുറിച്ചും സ്ഥിരീകരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയെക്കുറിച്ചൊക്കെ പഠിക്കണമെന്ന് പറയാൻ കാരണം അവരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഒരൊറ്റ എണ്ണം അതിനുവേണ്ടി തയ്യാറായില്ല. അല്ലാത്ത പ്രായമുള്ളവർ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലോട്ടുള്ള ആ ഒരു ചിന്തയിലാണ്. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർ നേരത്തെ പഠിക്കണമെന്നും പരീക്ഷ എഴുതണമെന്നും നല്ല മാർക്ക് വാങ്ങണമെന്നൊക്കെ ചിന്തയിലാണ്. കറ്റൈസം നന്നായിട്ട് പഠിക്കണം എന്നുള്ള ചിന്തയിലാണ്. പക്ഷേ അങ്ങനെയായി സംഭവിച്ചു. അപ്പോൾ കുറച്ച് പേര് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതാണ് മാർട്ടിൻ ലൂഥർ നൽകുന്ന ശരിയായ ഉപദേശം. അപ്പോൾ നമുക്ക് പഠിക്കാനും ആത്മീകമായിട്ട് വളരാനും ദൈവവചന ചിന്തയെന്ന് പറയുന്നത് ദൈവവചനമാണ്. അത് വളരെ ചിട്ടയായിട്ട് അനുഗ്രഹമായി നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നല്ല സൺഡേ സ്കൂള് നമുക്കുണ്ടായിരിക്കുന്നത് ഈ ഒരു അടിസ്ഥാനപരമായ അനുഭവമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ചോദ്യങ്ങളാണ് അതിനകത്തുനിന്ന് ചോദിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നാലും മാർട്ടിൻ ലൂഥറിനെക്കുറിച്ചായാലും കറ്റൈസത്തെക്കുറിച്ചായാലും അപ്പം നമ്മൾ ദൈവവചനം വളരെ ശക്തമായി എല്ലാ പ്രിയപ്പെട്ടവരും പഠിച്ച് കരകയറുകയാണ് ചെയ്യുന്നത്. നന്നായി വരും എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം, എന്തുകൊണ്ട് 3 കാര്യങ്ങൾ ഇവിടെ ഓർപ്പിച്ച് മാർട്ടിൻ ലൂഥർ പറഞ്ഞത്, ഒന്ന് നീതീകരണവും, 2ാമത് വീണ്ടെടുപ്പും, 3ാമത്തെ കാര്യം പ്രായശ്ചിത്തമാണ്. അപ്പം 3 കാര്യങ്ങൾ നിന്നുകൊണ്ട് ഒന്ന് കൃപയാൽ സംഭവിക്കുന്ന ഒരു കാര്യം, അത് നീതീകരണത്തിൻ്റെ ഉറവിടമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ നീതീകരണത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കൃപയാൽ അവനെ ദൈവം അനുഗ്രഹിക്കുകയും ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇനി രക്തത്തിൻ്റെ ഒരു അനുഭവം, രക്തത്താലുള്ള അനുഭവം,
അതായത് വീണ്ടെടുപ്പിൻ്റെ അനുഭവം, അത് നീതീകരണത്തിൻ്റെ അടിസ്ഥാനമാണ്. വിശ്വാസം എന്ന് പറയുന്നത് നീതീകരണത്തിലേക്കുള്ള പ്രവേശന മാർഗമാണ്. അപ്പോൾ ഒന്ന് ഉറവിടമാണ്, അടിസ്ഥാനമാണ്, പ്രവേശന മാർഗമാണ് ഈ ദൈവത്തിൻ്റെ നീതീകരണം എന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള നീതീകരണത്തെക്കുറിച്ച് മാർട്ടിൻ ലൂതർ പഠിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഒന്ന് ഉറവിടമാണ്, അടിസ്ഥാനമാണ്, അത് പ്രവേശന മാർഗമാണ്. അപ്പോൾ നമുക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദൈവവചനമാണ്, അടിസ്ഥാനമാണ്. ഇത് നമ്മുടെ ഒരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ മേളിൽ എത്ര വേണോ നമുക്ക് പണിയുവാനായിട്ട് സാധിക്കും. പിന്നെ ഉറവിടമാണ്, ഇതിൽ കവിഞ്ഞ് വേറൊരു ഉറവിടമില്ല. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവികമായ ആരാധനകളിലൂടെ ഈ അനുഭവങ്ങളെ പങ്കുകൊള്ളുവാനായിട്ട് സാധിക്കും എന്നുള്ളത് അവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ മാർട്ടിൻ ലൂതർ ഓർപ്പിച്ച ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, വീണ്ടും അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്ന ഒന്ന് കൃപയാലുള്ള നീതീകരണമാണ്. മനുഷ്യൻ്റെ കഴിവുകൾ കൊണ്ടോ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടല്ല, ദൈവം തന്നെയാണ് കൃപയാൽ നീതീകരിക്കുന്നത്. ഇനി വിശ്വാസത്താൽ മനുഷ്യന് നീതീകരണം ഉണ്ടാകും. ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടെങ്കിൽ കൃപയാൽ, വിശ്വാസത്താൽ നീതീകരണം ഉണ്ടാകും. ഇനി ദൈവകൃപയിൽ, കൃപ ബലഹീനതയിൽ നമുക്ക് ശക്തി പകരുകയാണ് എന്ന് പറഞ്ഞാൽ, ദൈവകൃപ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ബലഹീനതയിൽ ശക്തി പകരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ ശുദ്ധീകരിക്കുന്ന ഒരനുഭവമാണ്. അപ്പം മാർട്ടിൻ ലൂതർ ഈ നവീകരണ അനുഭവവുമായിട്ട് ബന്ധപ്പെടുത്തി ആ മാർട്ടിൻ ലൂതറിനെ കുറിച്ച് മറ്റുള്ളവരെ പറയുമ്പോൾ അദ്ദേഹം ദൈവം ചെയ്ത കാര്യങ്ങളെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ അതിനെ കുറച്ചുകൂടെ ശക്തമായി മാർട്ടിൻ ലൂതർ വെളിപ്പെടുത്തുകയാണ്. കാരണം അത് കറ്റേസത്തിലൂടെ നമ്മളെ വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. പൗലൂസ് ഇപ്പോൾ എഴുതി, പൗലൂസ് ശൗലായിരുന്നു. ശൗലെന്ന് പറയുന്നത് ഒരു വലിയ മനുഷ്യനായി നിന്നുകൊണ്ട്, അധികാരമുള്ള മനുഷ്യനായി നിന്നുകൊണ്ട് എഴുതിയതാണ്. കുറെ കഴിഞ്ഞപ്പോൾ അതൊക്കെ വിട്ടിട്ട് അവൻ പൗലൂസായി മാറി, താഴ്മയുള്ളവനായി മാറിയിട്ട് അവൻ വളരെ വിനയത്തോടെ ദൈവസന്നിധിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത് ദൈവ വചനത്തിലൂടെയാണ്. അതുകൊണ്ട് നീതീകരണത്തിലൂടെ ചില അനുഗ്രഹങ്ങളുണ്ട് എന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞത് 3 കാര്യങ്ങൾ: നീതീകരണമുണ്ട്, ശുദ്ധീകരണമുണ്ട്, തേജസ്കരണമുണ്ട്. ഈ 3 കാര്യത്തിലും മനുഷ്യഹൃദയം ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. നീതീകരിക്കപ്പെടണം. ആ നീതീകരിക്കപ്പെട്ടവൻ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിച്ച് തേജസ്കരണത്തിലേക്ക് നമ്മൾ പോകും. ഇതിൽ കവിഞ്ഞ് വേറെ ഒരു ബന്ധമില്ല, വേറെ ഒരു വഴിയില്ല. ഈ 3 വഴിയിൽ കൂടെ അല്ലാതെ വേറൊരു മനുഷ്യന് ഒരു രക്ഷാമാർഗത്തിലേക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് അവിടെ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വായിച്ച ഭാഗത്ത് ഓർപ്പിച്ചത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ള വാക്യം വായിച്ചപ്പോൾ മനസ്സിലായി, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. അപ്പം ഇത് വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഇതിൽ കവിഞ്ഞ് വേറൊരു അടിസ്ഥാനപരമായിട്ടുള്ള ദൈവവചന ചിന്ത നൽകുവാൻ മറ്റാർക്കും കഴിയുന്നില്ല. അതാണ് മാർട്ടിൻ ലൂതർ, അല്ലെ, ശരിയായ രീതിയിൽ മാർട്ടിൻ ലൂതർ വ്യക്തമാക്കുകയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഈ സത്യമാണ് പിന്നെയും അവന് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കുമെന്ന്. അപ്പോൾ ഒരു മനുഷ്യന് ദാഹം ഉണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും, അല്ലേ? ആരാധനയ്ക്ക് ദാഹം ഉണ്ടാകണം. ആരാധനയ്ക്ക് ദാഹമില്ല എങ്കിൽ, അല്ലേ, ഈ പഞ്ചസാര എന്ന് പറയുന്ന സാധനം ഒരു പേപ്പറിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മധുരം അറിയാൻ പറ്റത്തില്ല. നിങ്ങളത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ പറയാം, അയ്യോ അച്ഛൻ ഇങ്ങനെയാണെന്ന് പറയും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പഞ്ചസാര എന്ന് പറയുന്ന ഒരു സാധനം പേപ്പറിൽ എഴുതി വെച്ചാൽ അതിൻ്റെ രുചി നമുക്ക് കിട്ടത്തില്ല.
അത് ഉപയോഗിക്കുന്നവർക്കേ അറിയാവൂ അതിൻ്റെ രുചി എത്ര മാത്രം. ബൈബിൾ പറയുന്നു ദൈവത്തെ എന്ത് ചെയ്യണമെന്നാണ്? രുചിച്ചറിയണമെന്നാണ്, അല്ലേ? ഹല്ലേലൂയ. ദൈവത്തെ എന്ത് ചെയ്യണം? രുചിച്ചറിയണം. രുചിച്ചറിയുവാനാണ് ഇവിടെ നീതീകരണവും പിന്നെ തേജസ്കരണവും ഒക്കെ വരുന്നത്, രുചിച്ചറിയുവാനാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലുള്ള ആ രുചിച്ചറിവ് എത്രമാത്രമുണ്ട്? ഇപ്പം നമ്മൾ ഇടയ്ക്കൊരു ഒരവസ്ഥയിൽ നമുക്കൊരു പക്ഷേ ഒരു അമ്മച്ചി വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കരുതുക. തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അവരെ വിളിച്ച് ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മച്ചി ഇങ്ങനെ നിങ്ങൾ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ അനുഭവത്തിൽ നിന്ന് പറയും, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കരഞ്ഞു, ഉപവസിച്ചു, എനിക്ക് നന്മയുണ്ടായി. ആ നന്മ ഇനി അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഞാൻ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കരയുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഈ യേശുവിനെ രുചിച്ചറിഞ്ഞാലേ കരയാൻ പറ്റൂ. അവരെ ഹൃദയത്തിൽ തൊട്ട അനുഭവം ഉണ്ടെങ്കിൽ അത് ഹൃദയത്തിന് ശോധന ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റത്തില്ല. ദൈവം എനിക്ക് എന്താണ് എനിക്ക് ചെയ്തത്? എന്നെ തൊട്ടിരിക്കുന്നു, ഞാൻ രുചിച്ചറിഞ്ഞിരിക്കുന്നു. എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയെ, അല്ലേ, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട ഒരു വ്യക്തി ഉണ്ടല്ലോ, അല്ലേ, 12 വർഷക്കാലം രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീ. ആ 12 വർഷക്കാലം ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ഏറി ഒന്ന് സഹിച്ചു എന്നാണ്. തൻ്റെ കയ്യിലുള്ള പണം മുഴുവനും വൈദ്യന്മാർ തിന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ വൈദ്യൻ്റെ വീട്ടിൽ പോയി മരുന്ന് കഴിച്ചു, എല്ലാവരോടും പറഞ്ഞു, എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടു. പക്ഷെ 12 വർഷം രക്തസ്രവം എന്ന ആ രോഗത്തിന് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു കാണും. ഈ 12 വർഷക്കാലവും ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു കാണും. പള്ളിയിൽ വരാൻ പ്രയാസമാണ്, അല്ലേ, മറ്റുള്ളവർ എന്നെ കണ്ടാൽ എന്ത് പറയും, എന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയില്ലയോ എന്നൊക്കെ അനേക ചിന്തകൾ അവരെ ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മാറിയിരുന്നു. പക്ഷെ 12 വർഷം കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ നല്ല അനുഭവം എല്ലാം നഷ്ടപ്പെട്ടു. അവരസ്ഥി മാത്രമായി, അവരെ ശരീരം മൊത്തം ക്ഷീണിച്ചു, അല്ലേ, ബ്ലഡുകളെല്ലാം ഒഴുകിപ്പോയി, തീർന്നു. ഇനി രക്ഷയില്ല, തൻ്റെ പണം നഷ്ടപ്പെട്ടു. അവസാനം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആര് കളിയാക്കിയാലും വേണ്ടില്ല, ആരെന്നെ അടിച്ചാലും വേണ്ടില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും യേശുവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകും. എത്ര ശിഷ്യന്മാരെന്നെ വഴക്ക് പറഞ്ഞാലും, അല്ലേ, ഇവിടെ പള്ളിയിലൊന്ന് തുമ്മിയ അത് എന്നെ അവസരം എന്ന് പറയും. അച്ഛാ ഇന്നാര് തുമ്മണ കണ്ടു, അത് എന്നെ കണ്ടിട്ടാണ് തുമ്മിയത്, നാളെ മുതൽ ഞാൻ പള്ളിയിൽ കയറുന്ന പരിപാടിയേ ഇല്ല, ഒന്ന് തുമ്മിയാൽ മതി. പക്ഷെ ഈ സ്ത്രീ അങ്ങനെയല്ല. പക്ഷെ ഈ സ്ത്രീക്കുള്ള ചിന്ത ഇതായിരുന്നു, എന്തൊക്കെ പറഞ്ഞാലും ഇനി ശിഷ്യന്മാർ അടിച്ചാലും കൊള്ളാം, ഞാൻ യേശു എന്നെ തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടണം. ആമേൻ, അല്ലേ, യേശുവിനെ എനിക്കൊന്ന് തൊടണം. അപ്പം നമുക്ക് എത്ര വിശ്വാസമുണ്ട് യേശുവിനെ ഒന്ന് തൊടാൻ, യേശുവിനൊന്ന് രുചിച്ചറിയാൻ, അല്ലേ, യേശു നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയ മക്കളിൽ നമുക്ക് ഒരായുസല്യമുള്ള നമുക്ക്, അല്ലേ, നമുക്കൊരു യാത്രയാണെന്നേ, ഒരു യാത്രയാണ്, തിരിച്ചു പോകത്തില്ല, തിരിച്ചു വരത്തില്ല. ഞങ്ങൾ ഇടയ്ക്കൊരു ദൂരെ ഒരു യാത്ര പോയി, പലരുമൊക്കെ പോകുന്നവരാണ്, ഊട്ടി, കൊടൈക്കനാൽ, ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്, അതിൻ്റെ അപ്പുറത്ത് മധുര അങ്ങനെയൊക്കെ പോകുന്നവരാണ്. പക്ഷെ അതൊക്കെ നമുക്ക് പോയിട്ട് തരാനൊരു ലക്ഷ്യമുള്ളതുകൊണ്ടാണ് പോയിട്ട് വരുന്നത്. പക്ഷെ ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റെപ്പായി നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക, യാത്രക്കാരാണ്. പലതും കണ്ടും കേട്ടും ഒക്കെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് തിരിച്ചു വരാൻ പറ്റത്തില്ല, തിരിച്ചൊരു ജീവിതമില്ല. പോയിട്ട് അവസാനം പോയിട്ട് തിരിച്ച് നല്ല വഴിയിലേക്ക് വരാമെന്നുള്ള ചിന്തയില്ല. പോകുന്ന വഴിയിൽ മാനസാന്തരം ഉണ്ടായിക്കൊള്ളണം, പോകുന്ന വഴിയിൽ സൗഖ്യം പ്രാപിച്ചോളണം, പോകുന്ന വഴിയിൽ നന്മയുണ്ടാക്കിക്കൊള്ളണം, അവിടെ തലമുറകൾ ഉണ്ടായിക്കൊള്ളണം. എല്ലാം ഈ യാത്രയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ ചിന്തിച്ചു, അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊടണം, അവൻ്റെ വസ്ത്രം തൊട്ടാൽ ഇനി സൗഖ്യം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല,
എനിക്ക് അവൻ്റെ വസ്ത്രം തൊട്ടാൽ മതി. അപ്പം ദൈവത്തെ രുചിച്ചറിയാനുള്ള ഒരു മനസ്സ്, ഒരു ഒരുക്കം, ഒരു താല്പര്യം ആ വ്യക്തിക്കുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുമ്മലിലും ചീറ്റലിലും തെറിച്ചു പോകുന്ന മൂക്കുകളും ആശയങ്ങളും ആലോചനകളും ഒക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ കിടക്കുമ്പോൾ ഇവിടെ ഈ സ്ത്രീ ഏറി ഒന്ന് സഹിച്ച് തിരിച്ചു വരികയാണ്. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്, ഒരു തേജസ്സിൻ്റെ അനുഭവം എനിക്ക് ആവശ്യമാണ്, ഒരു നവീകരണം എനിക്ക് ആവശ്യമാണ്. ആ സ്ത്രീ തിരിച്ചു വരികയാണ്. കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ കർത്താവ് തിരിഞ്ഞ് ചോദിച്ചു, എന്നെ തൊട്ടതാരാണ്? ഹല്ലേലൂയ. എന്നെ തൊട്ടതാരാണ്? അപ്പം നമ്മളെ കണ്ടിട്ട് യേശു തിരിഞ്ഞു നിന്നില്ല എങ്കിൽ നിങ്ങൾ ഇതുവരെയും യേശുവിനെ തൊട്ടില്ല. ആ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടതേ ഉള്ളൂ. ശിഷ്യന്മാർ പറഞ്ഞു, ഇത്രയും തിരക്കുള്ള സമയത്ത് യേശു തിരിഞ്ഞ് തൊട്ടതാരെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ആരാണെന്നറിയത്തില്ല. പക്ഷേ ഈ സ്ത്രീ മുമ്പിലോട്ട് വന്നു, അല്ലേ? ആ തൊട്ടയാളിനെ കണ്ടു. കണ്ടപ്പോൾ അവിടെ ശരീരത്തിൽ അവിടെ രോഗത്തിൻ്റെ അവസ്ഥ മാറി, ശുദ്ധീകരണം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവളായി മടങ്ങിപ്പോയി. അപ്പോൾ ഒരു ലൂഥറൻ സഭ വിശ്വാസി, ദൈവവചന അടിസ്ഥാനത്തിൽ നിൽക്കുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയുള്ള കാര്യത്തിന് വേണ്ടി ആത്മീക അനുഗ്രഹങ്ങൾ വിട്ടിട്ട് ദൈവത്തെ രുചിച്ചറിയുന്നതിന് പകരം അതെല്ലാം വിട്ടുപോവുകയാണ്. ബൈബിൾ പറയുന്നു, ഈ സ്ത്രീക്ക് ഒരു അനുഗ്രഹം കിട്ടിയതുപോലെ ഇന്ന് രാത്രിയിൽ നമ്മോട് പറയുന്നു, നിനക്കൊരു അനുഗ്രഹം തരാൻ ഈ ദൈവത്തിന് കഴിയും എന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവൻ എന്ത് ചെയ്യും? അവൻ്റെ ദാഹം തീർക്കുവാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം ദാഹമുള്ളവനായി, ആത്മാർത്ഥതയുള്ളവനായി, അല്ലെങ്കിൽ രുചിച്ചറിയുന്നവനായി നമുക്ക് തീരുവാനായിട്ട് കഴിയണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠത. നമ്മൾ ലൂഥറൻ സഭാവിശ്വാസികളാണ്. എത്ര വർഷം, അല്ലേ, എത്ര വർഷം നമ്മൾ മുമ്പോട്ട് പോയാലും അത് ലൂഥറൻ സിസ്റ്റം, ലൂഥറൻ അടിസ്ഥാനം, തിയോളജി, കൺകോർഡ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, കൺകോർഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള വചനത്തിൻ്റെ അനുഭവമാണ്, ഒരുമിച്ചുള്ള ഒരു അനുഭവമാണ്. അത് വിട്ട് നമുക്ക് എവിടെ പോകാനായിട്ട് സാധിക്കും? ക്രിസ്തീയ ജീവിതത്തിലെ ശ്രേഷ്ഠത അത് തന്നെയാണ്. അതുകൊണ്ട് നീതീകരണത്തിൻ്റെ അനുഗ്രഹം എന്താണ് എന്നുള്ളത് വിശുദ്ധ ബൈബിള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരു നീതീകരിക്കപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനമുണ്ട് എന്നാണ്. ദൈവത്തോടുള്ളൊരു സമാധാനമാണ് നീതീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ. സമാധാനമില്ലാതെ ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? അല്ലേ? ഭവനത്തിൽ സമാധാനമില്ല, ദേശത്തിന് സമാധാനമില്ല, സഭയിൽ സമാധാനമില്ല എങ്കിൽ സമാധാനത്തോടെ പോകാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ബൈബിൾ പറയുന്നത് ഒരു നീതീകരണത്തിന് ഒരു അനുഗ്രഹമുണ്ട്. നേരത്തെ ഈ ശുദ്ധീകരണം പ്രാപിച്ച സ്ത്രീ പറയുകയാണ്, എനിക്കൊരു നീതീകരണം ഉണ്ടായി, എനിക്കൊരു സമാധാനമുണ്ടായി, എൻ്റെ പണം മുഴുവനും നഷ്ടപ്പെട്ട സ്ഥാനത്ത് ഒരു അനുഗ്രഹമുണ്ടായി എന്നാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് കൃപയിൽ നിൽക്കുന്നു എന്നാണ്. അപ്പം നമ്മൾക്ക് രുചിച്ചറിഞ്ഞ്, ഇതൊക്കെ കുറേ അധ്വാനമുണ്ട് കേട്ടോ. അല്ലെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. രുചിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾ എത്ര കാലം ക്രിസ്ത്യാനിയായാലും ഒരു നന്മ അനുഭവിക്കാൻ കഴിയത്തില്ല. രുചിക്കറിയാം, രുചിച്ചറിയാം. കാരണം എനിക്കതിൻ്റെ ടേസ്റ്റ് അറിയാം. അല്ലേ, ഒരു കുട്ടിക്ക്, ചില കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ കടയിൽ പോയാൽ ചില പ്രധാനപ്പെട്ട മുട്ടായികൾ മാത്രമേ കുഞ്ഞുങ്ങൾ വാങ്ങാറുള്ളൂ. അല്ലേ, നിങ്ങൾ ഏതെങ്കിലും കുഞ്ഞുങ്ങളെയും കൊണ്ട് കടയിൽ പോയി നോക്കിയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ആ കൊച്ച് ചൂണ്ടിക്കാണിക്കും. പിന്നെ ഒരു സാധനം ഉണ്ടല്ലേ, എന്തോ, എൻ്റെ പേരെന്തോന്നു പറ, കിൻഡർ 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 ജോയ്. കിൻഡർ ജോയ് മതി, അതിനകത്തൊന്നുമില്ല, ഒരു കളിപ്പാട്ടവും കാണും, അതിനകത്ത് തൊട്ട് 50 രൂപ അല്ലേ, 50 രൂപ. കിൻഡർ ജോയ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം കയറി ചെന്നോണ്ട് ചോദിക്കുന്നത് കിൻഡർ ജോയ് ഉണ്ടോ? അതൊക്കെ മതി, ഇല്ലെങ്കിൽ വേണ്ട, ഇറങ്ങി പോവുക. അതാണ് വിഷയം. ഇത്രയുള്ളത്.
അവർ പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. ഇപ്പം മനുഷ്യൻ്റെ അവസ്ഥ നോക്കുക, അതിൻ്റെ രുചി അറിഞ്ഞിരിക്കുന്നു. അതിലെന്തോ ചെറിയ കെമിക്കൽ ചേർന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്താനുള്ള നാക്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാക്കണ എന്തോ ഒക്കെ ഉണ്ട് അതിൽ. കുറച്ച് ദിവസം പുളിമുട്ടായിക്കായിരുന്നു അടി, അല്ലേ? കുറേ ദിവസം പറഞ്ഞു പുളിമുട്ടായിയാണ് ആവശ്യം, ഇങ്ങനെ കമ്പ് മുട്ടായിയാണ് ആവശ്യം. ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾ അപകടമാണ്, ഇതെല്ലാം അപകടമാണ്. അപ്പോൾ ഓരോരുത്തരും രുചിച്ചറിഞ്ഞപ്പോൾ അവർക്ക് പ്രത്യേകത തോന്നി, അതിനു വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ടോ? കൃപയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടോ? നിങ്ങൾ തേജസ്സിൻ്റെ പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? കഷ്ടങ്ങളിൽ നിങ്ങൾക്ക് പ്രശംസയുണ്ടോ? അല്ലെങ്കിൽ ഹൃദയത്തിൽ നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടോ? കോപത്തിൽ നിന്നുള്ള രക്ഷ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അല്ലെങ്കിൽ അവൻ്റെ ജീവനാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടോ? എന്നൊക്കെയുള്ള അനേക ചോദ്യങ്ങൾ നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇത് നമ്മൾ പ്രാപിക്കുവാൻ അവസരം കിട്ടിയാൽ, പ്രിയമുള്ളവരെ, യേശുവിനെ രുചിച്ചറിയണം, യേശുവിനെ രുചിച്ചറിയണം. അതാണ് ലൂഥറൻ സഭ പ്രത്യേകിച്ച് ഒരു ബ്രദറൻ സഭയുടെ ഒരു ഭാഗമാണ്, ഒരു മെത്തേഡാണ്. കാരണം എനിക്കതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് കൊണ്ട് അതേക്കുറിച്ച് ഞാൻ പറയണം. വളരെ ടോപ്പായിട്ടുള്ള വചനവും അതിൻ്റെ ചിന്തകളുമാണ് നൽകുന്നത്. അത് കവിഞ്ഞ് വേറെ വചനം പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ശരിക്കും അവരെ പഠിപ്പിക്കുന്നത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള പരീക്ഷകൾ ഭയങ്കരത. കഴിഞ്ഞ ദിവസം ISR ജോലിക്ക് പോകുന്ന ഒരു പെൺകുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞു, ടെസ്റ്റ് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞതാണ്. പറഞ്ഞു, ഭയങ്കര പാടെന്നാണ്, ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ശരിക്കും എഴുതാൻ പറ്റാത്ത കഷ്ടപ്പാട്. പക്ഷേ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. 5000 10,000 പിള്ളേർ വന്ന് പഠിക്കുക എഴുതാൻ. അവർ പറയുന്നത്, അവിടെ പ്രാക്ടീസുള്ള, അവിടെ നിന്ന് പഠിച്ചു വരുന്ന, അവിടെ ടെമ്പററി ആയിട്ട് നിൽക്കുന്ന, അറ്റൻഡറായിട്ട് നിൽക്കുന്ന ആ വ്യക്തിക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ, ദൈവവചനം പഠിച്ച് കറക്റ്റ് നിൽക്കുന്നവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ, അല്ലാത്തവർക്ക് എഴുതി പഠിപ്പിക്കാൻ പ്രയാസം. അപ്പോൾ ശരിക്കും പഠിച്ചാലേ എഴുതാൻ പറ്റൂ. അതുകൊണ്ട് ISRയുടെ ടെസ്റ്റൊക്കെ എഴുതാൻ പോകുമ്പോൾ പറയും, അയ്യോ പാട്, എഴുതാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്ത് ജോലി വാങ്ങുന്നവരാണ്, ഭയങ്കര പ്രയാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ അനുഗ്രഹമാണ്, നന്മയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നാലെ പഠിക്കുവാൻ കുറേ കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ സമാധാനം, ദൈവിക സമാധാനം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിലുള്ള നന്മ, അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് ഭാഗ്യകരമായ ഒരനുഭവമാണ്. നമുക്കങ്ങനെ ഈ ക്രിസ്തീയ ജീവിതത്തെ നമുക്കങ്ങനെ തന്നെ കരുതാം. ദൈവമേ, ഈ ഓടിയതും അധ്വാനിച്ചതും വെറുതെ അല്ല, ഇനിയും എനിക്ക് ഓടണം. നമ്മൾ ഓടിത്തളർന്നവരല്ല, രുചിച്ച് തീർന്നവരുമല്ല, അല്ലേ? പഞ്ചസാരയുടെ ടേസ്റ്റ് ഇപ്പോഴും നാവിൽ തന്നെ വെക്കുന്ന ആളുണ്ട്. എത്ര കഴിച്ചാലും പഞ്ചസാരയുടെ ടേസ്റ്റ് കളയത്തില്ല, അല്ലേ? പഞ്ചസാര വേണ്ടാന്ന് ഉപയോഗിക്കുന്നവരും തീവ്രം കിട്ടിയാൽ കഴിക്കാമെന്നുള്ള ആവേശമാണ്. ഷുഗർ കൂടിയാലും പഞ്ചസാര കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. അതിന് ടേസ്റ്റ് കളയത്തില്ല. അതിന് ഒരു ടേസ്റ്റ് ഉണ്ട്. പഞ്ചസാര ഉണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ, ഉപ്പുണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ. പഞ്ചസാരയും ഉപ്പും വേണമല്ലേ? ഇത് രണ്ടുമാണ് നമ്മളെ രോഗികളാക്കുന്നത്, പഞ്ചസാരയും ഉപ്പുമാണ്. പക്ഷെ ഇതില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തില്ല? രുചിയില്ല, അല്ലേ? മധുരമില്ലാത്ത കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? മധുരമില്ലാത്ത പായസം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അതൊന്നും പറ്റത്തില്ല. ഉപ്പില്ലാത്ത കറി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം വേണം. പക്ഷേ എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രയാസം, അതിജീവിക്കാൻ പ്രയാസം. അപ്പോൾ ടേസ്റ്റ്, ദൈവത്തെ രുചിച്ചറിഞ്ഞാൽ അത് ടേസ്റ്റ് തന്നെയാണ്, അനുഗ്രഹമാണ്, നന്മയാണ്, ആശ്വാസമാണ്, ഉറവിടമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കങ്ങനെ ഈ അവൻ്റെ ജീവനാലുള്ള രക്ഷയ്ക്ക് ഈ ഒരു നീതീകരണം ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് വചനത്തിലൂടെ നമ്മളെ ജീവിതത്തെ ബലപ്പെടുത്തും. അതുകൊണ്ട് ഇന്ന് കേൾപ്പിച്ച വചനം മാർട്ടിൻ ലൂഥർ സഭാ നവീകരണ ദിവസമാണ്. എല്ലാ സഭകളും
ഈ വൈകുന്നേരത്തുള്ള ആരാധനയിൽ പങ്കുചേരുന്ന ഒരു അനുഭവമാണ്. അവിടുത്തെ കൃപ നമ്മുടെ മേൽ പകരട്ടെ. ദൈവത്തെ രുചിച്ചറിഞ്ഞുള്ള ഒരു ലൂതറൻ സഭ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസി ഏത് സമയത്തും എപ്പോഴും ഒരുക്കമുള്ള, പ്രാർത്ഥിക്കുവാൻ സന്നദ്ധനായിരിക്കുന്ന, കണ്ണുനീരോടെ ആയിരിക്കുന്ന, ഏത് അവസ്ഥകളെയും ഹൃദയംഗമായി പ്രാർത്ഥിച്ച് നേടുന്ന ഒരു അനുഭവം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ആ രുചിച്ചറിയുന്നതിൽ ഒരു സുഖം ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് വരുന്ന നാളുകളിൽ ആ ക്രിസ്തീയ ജീവിതത്തിന് ഒരു നല്ല ശ്രേഷ്ഠത കാണാൻ വലിയവനായി ദൈവം സഹായിക്കട്ടെ. അതിനായി ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തീശ്വിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് ധർമ്മശേഖര വാക്യങ്ങൾ ഏറ്റുചൊല്ലാം.